കൂട്ടുകാരെ, ഞാൻ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. സ്മെല്ല് കിട്ടും. അത് കഴിഞ്ഞിട്ട് മാവ്, ഇന്നലെ വാങ്ങിയ മാവ് ഒരു വൃത്തികിട്ട മാവട്ടെ. സത്യം പറഞ്ഞു, റേഷനറി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ കണ്ടില്ല. അരി ഇഡ്ഡലി എന്നേ പറയാൻ പറ്റുള്ളൂ. തന്നെയാണ് ശരിക്കും കഴിക്കാറുള്ളൂ. പക്ഷെ ഇത് 4 ഓട്ടം ഉണ്ട് ഇഡ്ഡലി തട്ടിൽ. അപ്പോൾ അത് ഒഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭംഗിയില്ല. എന്നിട്ട് ഇതിൽ ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അത് കമ്മിയാക്കിയിട്ട് 100-ലേക്ക് വയ്ക്കും. എന്നിട്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ട് ഇതിന് മുകളിൽ വയ്ക്കും. ചോറിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ തട്ടുകൊണ്ട് എല്ലാം മൂടി വയ്ക്കും. അപ്പം ഞാൻ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ടാവും കേട്ടോ. നോക്കാം. ചൂട് നോക്കി നോക്കൂ. താഴത്ത് ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. വേവുന്നല്ലോ, കുറച്ച് നേരം കൂടി തിളക്കേണ്ടി വരും. അപ്പോൾ ഇഡ്ഡലി നോക്കി നോക്കാം. ഈ മാവ് ശരിയല്ല കേട്ടോ. ഒട്ടും മാവ് ശരിയല്ല. സംഗതി കറക്റ്റായി കിട്ടുന്നുണ്ട്. ഇത് കഴിക്കുമ്പോഴേ അറിയുള്ളൂ എങ്ങനെയുണ്ട് അതിൻ്റെ ഇതെന്ന്. പ്ലാസ്റ്റിക് പേപ്പർ വെച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചൂട് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ബാക്കി ഞാൻ കഴിക്കുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെയുണ്ട് ഇഡ്ഡലിയുടെ ഇതെന്ന്.